മാഡം എന്താ ചെയ്യുന്നത്? പാസ്ത പ്രോൺസ് വെച്ചിട്ടുള്ള പാസ്ത. പ്രോൺസ് പാസ്ത സ്പെഷ്യൽ. അത് ഏത് കേരള ഡിഷാണോ ഇറ്റാലിയൻ ആണോ? അറബിക്കാണ്. അറബിക്ക. ഓ ദാറ്റ്സ് നൈസ്. അറബിക്കാണ് ഉണ്ടാക്കുന്നത് എന്നാണ്. ചിക്കനും അല്ല ചിക്കൻ ചിക്കൻ മാത്രം. അപ്പോൾ നമ്മൾ കട്ട് ഡൗൺ ചെയ്തല്ലേ? മാഡം ഫിഷ് ഉണ്ടാക്കുന്നുണ്ട്, പ്രോൺസ് ഉണ്ടാക്കുന്നുണ്ട്. ഇതൊരു മീറ്റിൻ്റെ ഇത് മതി, ചിക്കൻ മതി. ഓക്കെ, എന്തൊക്കെയാണ് സ്റ്റവ് വെച്ചേക്കുന്നത്? നമ്മുടെ പ്രോൺസ് ആണ്. പ്രോൺസ് പെപ്പറും സാൾട്ടും ഇട്ടിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ പാസ്തയും ബോയിൽ ചെയ്യാൻ വെച്ചേക്കും. പ്രോൺ പാസ്ത എന്താ പറഞ്ഞത്? പ്രോൺ പാസ്ത എന്താ ഡിഷിൻ്റെ പേര്? പാസ്ത സ്പെഷ്യൽ. പ്രോൺ പാസ്ത സ്പെഷ്യൽ. ബേക്ക് ചെയ്യുന്നുണ്ടോ? അത് ബേക്ക് ചെയ്യുന്നുണ്ടോ? ബേക്ക് ചെയ്യുന്നില്ല. ഇല്ല. ഇത് അറബിക് എല്ലാം ഇൻഗ്രീഡിയൻസ് ഒക്കെ അറബിക് സ്പൈസസ്. ഇതിന്റെ വ്യത്യാസം വരുന്നത് നോർമലി പാസ്ത ചെയ്യുന്നതെന്ന് മാറിയിട്ട് മയോണീസിന്റെ ഒരു ടേസ്റ്റ്. പിന്നെ നമ്മൾ ചില്ലി ഇതിന് പകരം ഇതിൽ ഡ്രൈ ചില്ലിയാണ് യൂസ് ചെയ്യുന്നത്. ഉണക്കമുളക് അതൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ട് അതിന്റെ ഫ്ലേവർ ആണ് ഇതിൽ ടേസ്റ്റ് ആയിട്ട്. അതും മയോണീസും സോയാ സോസ് വളരെ ചെറിയ ഒരു അളവ്. ഇത് മാഡത്തിന്റെ ഒരു ഡിഷാണ് അല്ലേ? സ്വന്തമായിട്ടുള്ള ഡിഷാണ്. 100 സ്വന്തമായിട്ട് കണ്ടുപിടിച്ചോ? 100 സ്വന്തമായിട്ട് കണ്ടുപിടിച്ചെന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് വീട്ടിൽ എപ്പോഴും അവൈലബിൾ തീർച്ചയായിട്ടും നമ്മളെ വീട്ടില് സ്ഥിരമായിട്ട് ഒരുപാട് വെറൈറ്റി അതിലുണ്ട്. നോർമൽ വീട്ടിൽ കുക്ക് ചെയ്യാൻ പറ്റുന്ന ഫിഷ് കറികൾ, ചെറിയ തരം ഫിഷ് വെച്ചുകൊണ്ടുള്ള കുറെ ബേക്കിംഗ് ഐറ്റം ഉണ്ട്. അതില്ല. അമ്മ കുക്ക് ചെയ്യാറുണ്ടായിരുന്നു. അമ്മ നല്ലൊരു പാചകക്കാരിയാണ്. അതുകൊണ്ട് എനിക്ക് ഇത്രയും അമ്മയുടെ അമ്മയൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആളാണ്. ആ ഒരു ടേസ്റ്റാണ് പാചകത്തിൽ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ചെറുത് മുതലേ അമ്മ ചെയ്യുന്ന സമയത്തെ കിച്ചണിൽ കയറിയിട്ട് എല്ലാം ശ്രദ്ധിക്കുകയായിരുന്നു. മോക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്? മോക്കും താല്പര്യമുണ്ട്. അപ്പൊ ഹെറിഡിറ്ററി ആയിട്ട് ഇങ്ങനെ അല്ല, ഇത് ഒരു എത്നിക് കേരള എന്ന് പറയാൻ പറ്റത്തില്ല ഈ 100 റെസിപ്പീസും അല്ലേ? ഇല്ല, മിക്സ്ഡ് ആണ്. എല്ലാം ഫിഷിന്റേതാണെങ്കിലും വളരെ ഓരോന്നും എല്ലാ ഐറ്റം അതിൽ വരുന്നുണ്ട്. മെക്സിക്കൻ വരുന്നുണ്ട്, അറബിക് ഇത് വരുന്നുണ്ട്, നോർമൽ നമ്മുടെ കേരള സ്റ്റൈൽ വരുന്നുണ്ട്, പിന്നെ നോർത്ത് ഇന്ത്യൻ വരുന്നുണ്ട്. എന്തുകൊണ്ട് മാഡത്തിന് വളരെ വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ കേരളത്തിന്റെ ഒരു 100 ഫിഷിന്റെ റെസിപ്പീസ് ചെയ്തോളൂ? അങ്ങനെ ചോദിക്കുന്നത് എങ്ങനെയാ? നെക്സ്റ്റ് ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. മാതൃഭൂമി തന്നെയാണ് പബ്ലിഷ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു ഹെൽത്തി ഡിഷസ് എന്നുള്ള ഒരു ലെവൽ സാധനമാണ്. അധികം ഓയിലില്ലാതെ കൂടുതലായിട്ടും അതിൽ സൂപ്പ്, ജ്യൂസ് എല്ലാം വരുന്ന ഒരു 1 ഡേ ഡിഷ് എന്നുള്ള ലെവലിലുള്ള 100 അതിലും ഒരു 20 വെച്ചിട്ട് 100 ഐറ്റം തന്നെ ഉണ്ടാവും. അതും ഒരു 1 ഡേ ഫുള്ളായിട്ട് വേണ്ട ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഈവനിങ് സ്നാക്സ് ഒക്കെ ആ രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷെ അത് ഹെൽത്തിയാണ്. അത് അത്രയും ഓയിലെല്ലാം കുറച്ചിട്ട് ഇപ്പം അത് കൂടുതലായിട്ടും ആൾക്കാർ ശ്രദ്ധിക്കുന്ന പാടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അത് ശ്രദ്ധിച്ചുകൊണ്ടുള്ള ഒരു കാര്യം. ഞാൻ മാഡത്തിൻ്റെ കൂടെ നിന്ന് മാഡത്തിൻ്റെ ടിപ്സുകളെല്ലാം പഠിച്ചെടുക്കുക കേട്ടോ. ഇനി അടുത്ത എപ്പിസോഡിൽ വളരെ വ്യത്യസ്തമായിട്ടൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട്. ബോയിൽ ചെയ്തു, പ്രോൺസും പാസ്തയും ബോയിൽ ചെയ്തു. ഓക്കെ, വെജിറ്റബിൾസ് സോട്ട് ചെയ്യാൻ ക്യാപ്സിക്കം, ടൊമാറ്റോ ഉണ്ട്. നന്നായിട്ട് ബ്രൗൺ ആവുന്നവരെ ഒന്ന് സോൾട്ട് നമ്മൾ ഇതിൽ രണ്ടിലും ചേർത്തിട്ടുണ്ട് കുറേശ്ശെ. അതുകൊണ്ട് ആവശ്യത്തിനനുസരിച്ച് രണ്ടാമത് ഒലിയിലിടുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇട്ടാൽ മതി.
ഗാർലിക് ഇടുന്നത് ലാസ്റ്റ് ടൊമാറ്റോ അല്ലേ? ടൊമാറ്റോ ഇട്ട് വരുമ്പം തന്നെ ഫ്രഷ് ചെയ്ത ചില്ലി ഇത് കുറച്ച് സ്പൈസി ഡിഷാണ് മാം. സ്പൈസിയാണ്. ഓക്കെ. അതിൽ ഫ്ലെയിം ഒന്ന് കുറച്ച് ചില്ലി ഇടുമ്പോൾ പെട്ടെന്ന് വേണ ചില്ലി വേണമായിരിക്കും. ഇതിനകത്ത് ഇനി എന്ത് വെക്കും? മയോണൈസ് എല്ലാം ഉണ്ടാകും. അത് ലാസ്റ്റാണ്. ഓക്കെ. ഇനി എന്താ ചേർക്കുന്നത് ഇതിനകത്ത്? സോൾട്ട് ചേർക്കും. സോൾട്ട് ചേർത്തു. ഇനി പെപ്പർ കുറച്ചും കൂടെ ചേർക്കണം. ചില്ലി ഉള്ളതുകൊണ്ട് കൂടുതലായിട്ട് അതിൻ്റെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടി മാത്രമാണ്. ഇതൊരു പാസ്ത അറബിയാത്തയുടെ ഒരു വേറൊരു വേർഷനിലേക്ക് വരുന്നുണ്ടല്ലോ. അതെ അതെ. എഗ് ശരിക്കും നമ്മൾ ചേർക്കുന്നതിൻ്റെ ഒരു ഇതാണത്. അത് ശരിക്കും ഇതിൻ്റെ എല്ലാ കണ്ടന്റും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാണ്. അത് അതുകൊണ്ട് തന്നെ ആദ്യം എഗ് ഒരിക്കലും ചേർക്കരുത്. ഫസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് എല്ലാം ബൈൻഡ് ചെയ്യാൻ വേണ്ടി കൂടുതലായിട്ട് മസാലകളൊന്നും ചേർക്കില്ല. മഞ്ഞൾപ്പൊടി, പെപ്പർ, ഗ്രീൻ ചില്ലി, പിന്നെ കോക്കണ്ട്. നല്ല ഫിഷ്, അപ്പം, അത് ചപ്പാത്തിയോ റൈസോ ഗീ റൈസോ? ഇതിന് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത് ഇതാണ്, ചപ്പാത്തിയാണ്. ചപ്പാത്തി അതേപോലെ തന്നെ പൊറോട്ടയ്ക്കും നല്ല പൊറോട്ടയ്ക്കും നന്നായിട്ട്. ഈ മലബാർ ഏരിയയിലായതുകൊണ്ട് മലബാറിൻ്റെ തനതായിട്ടുള്ള എന്താണ് മുട്ടമാല, ഉന്നയ്ക്ക്. അതെ, തീർച്ചയായിട്ടും. ഞാൻ ഏറ്റവും കൂടുതൽ നമ്മുടെ ഫാസ്റ്റിംഗ് നോമ്പിന്റെ ടൈമിലാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചട്ടിപ്പത്തിരി, മുട്ടമാല. പക്ഷേ നമ്മൾ നോമ്പിനല്ല, എന്തെങ്കിലും ഫങ്ഷൻസിനൊക്കെ വെക്കുന്ന പ്രധാന ഐറ്റമാണ് അത്. അലീസ ചിക്കൻ, മട്ടൺ ഒക്കെ മിക്സ്. നോയമ്പിന്റെ വേറെ കായ്പോള നോയമ്പിന്റെ ഒരു ഇതല്ലേ? ശരിക്കും പഴം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ വിഭവങ്ങൾ ഉണ്ടാക്കുന്നത്. കാരണം ഈ ഉന്നക്കായ, പഴം നിറച്ചത്, കായ്പോള, പഴം നിറച്ചത് തന്നെ 1-2 വെറൈറ്റി ഉണ്ട്. അതുപോലെ ഒരുപാട് ഐറ്റം ഉണ്ട്. പ്രത്യേകിച്ച് തലശ്ശേരി കണക്ഷൻ ആയതുകൊണ്ട് ഫ്ലേവറാണ് കൂടുതലായിട്ട്. തലശ്ശേരി ബിരിയാണിക്ക് ഒരു പ്രത്യേകതയുണ്ടോ? തീർച്ചയായിട്ടും. ദം ബിരിയാണി എങ്ങനെയാലും ആ ഒരു ടേസ്റ്റ് എന്തായാലും നമ്മൾ വേറെ എവിടെ പോയി കഴിച്ചാലും കിട്ടാറില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. തലശ്ശേരി ദം ബിരിയാണിയുടെ അതുപോലെ തന്നെ കാലിക്കറ്റിൽ കിട്ടുന്ന ആ ഒരു ഫ്ലേവർ എവിടെയും ഉണ്ടാവില്ല. കാരണം അത് ശരിക്കും നമ്മൾ ആ ദം ഇടുന്ന ആ ഒരു സ്റ്റൈല്, പിന്നെ ബിരിയാണി ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ഇതെന്ന് വെച്ചാൽ ഒനിയൻ്റെ ആ ശരിയായ ആ ബ്രൗൺ ഫ്ലേവറിലേക്ക് വരാതെ ഇടുന്നതുകൊണ്ടാണ് ബിരിയാണിയുടെ ടേസ്റ്റ് കുറയുന്നത്.